നമസ്കാരം, ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം. അന്തർസംസ്ഥാന ബസ്സുകളുടെ നിയമലംഘനങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിന് ശേഷം ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിഴ ഈടാക്കൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തീരുമാനിച്ചിട്ടുള്ളത്. 3,74,000 രൂപ ഇതിനകം തന്നെ പിഴയടിസ്ഥാനത്തിൽ ഈടാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ പരിശോധനാ സംവിധാനം ഇനിയുള്ള ദിവസങ്ങളിലും ശക്തമായി നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് കാരണം പലതരത്തിലുള്ള നിയമലംഘനങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. ഒന്ന്, സ്റ്റേജ് കെയറേജ് എന്ന നിലയിൽ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കുക. ഇപ്പോഴത്തെ മോട്ടോർ വാഹന നിയമമനുസരിച്ച് ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ വളരെ ലളിതമാണ്. കേരളത്തിൽ ഓടുന്ന ഈ കല്ലട ഉൾപ്പെടെയുള്ള സ്വകാര്യ ട്രാവൽസുകാരുടെ ബസ്സുകൾ ഏതാണ്ട് പകുതിയിലധികവും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അരുണാചൽ പ്രദേശിലാണ്. AR എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം അവിടെ രജിസ്റ്റർ ചെയ്യുകയും അവിടുത്തെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണല്ലോ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ആയതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന പെർമിറ്റ് ഉപയോഗിച്ച് കേരളത്തിൽ സർവീസ് നടത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇതൊരു പ്രശ്നമാണ്. പക്ഷേ അത് ഓൾ ഇന്ത്യ മോട്ടോർ വാഹന നിയമത്തിലെ നടപടിക്രമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ആ നിയമത്തിൽ ഒരു മാറ്റം വരുത്താനുള്ള പരിമിതികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇവരവകാശപ്പെടുന്നത് ഇവർ നേരിട്ട് യാത്രക്കാരുമായി ഒരു കരാറിലും ഇല്ല എന്നാണ്. അതിനവർ LAPT ലൈസൻസ് ലഭിച്ചിട്ടുള്ള ഏജൻസികളെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഏജൻസികൾ അവർക്ക് വേണ്ടി ആളുകളെ ബുക്ക് ചെയ്യുകയും ബുക്ക് ചെയ്ത യാത്രക്കാരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആ ബസ്സിൽ കയറ്റി അയക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഫലത്തിൽ അത് സ്റ്റേജ് കെയറേജ് എന്ന നിലയിലേക്ക് പരിവർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മോട്ടോർ വാഹന നിയമങ്ങളുടെ ലംഘനമാണ്. എന്നാൽ ഈ ട്രാവൽസുമായി അവർക്ക് നേരിട്ട് ബന്ധമില്ലാത്ത വിധം ഒരു വളഞ്ഞ വഴിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പരിശോധിച്ചത് ഇത്തരത്തിലുള്ള ഏജൻസി എങ്ങനെ പ്രവർത്തിക്കുന്നത്. അതിൽ ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാൽ ലൈസൻസ് ഇല്ലാതെയും ഒരേ ഏജൻസിയുടെ പലയിടങ്ങളിലായി ബുക്കിംഗ് സെന്ററുകൾ സ്ഥാപിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സംവിധാനവും ഈ പരിശോധനയിലുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ആലോചിച്ചത് ഇത്തരത്തിലുള്ള ഏജൻസികളുടെ പ്രവർത്തനം പരിശോധിക്കുക. ഇത് 46 ടിക്കറ്റ് ഇഷ്യൂ ഏജൻസികളെ ലൈസൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അവർക്ക് ഒരാഴ്ച മതിയായതോടുകൂടി നിർദ്ദേശം. ഈ നോട്ടീസിന് ഒരാഴ്ചക്കകം കൃത്യമായ അന്തർസംസ്ഥാന ബസ്സുകളുടെ നിയമലംഘനങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിന് ശേഷം ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിയമലംഘനത്തിനെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത്. രജിസ്ട്രേഷനിൽ കൂടുതലും അന്യ സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും അരുണാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് കല്ലട മുതലായ ബസ്സുകളുടെ രജിസ്ട്രേഷൻ ഭൂരിഭാഗവും നടക്കുന്നത്. ഇതെല്ലാം മോട്ടോർ വാഹന നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും അദ്ദേഹം പറയുന്നു. ഇതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ഗതാഗത മന്ത്രി വിശദീകരിക്കുന്നു. സുവ്യക്തമായി പ്രതിപാദിച്ചുകൊണ്ടുള്ള
യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ കല്ലട ബസ് ഉടമ സുരേഷ് കല്ലട ഇന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാൻ കഴിയില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വകാര്യ ബസ് ബുക്കിംഗ് ഓഫീസുകളിൽ പരിശോധന തുടരുകയാണ്. ക്രമക്കേട് കണ്ടെത്തിയ 300 ബസ്സുകൾക്ക് പിഴ ചുമത്തി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിനിത വിജി ചേരുകയാണ്. വിനിത, ഇന്ന് അന്വേഷണ സംഘത്തിന് മുൻപാകെ സുരേഷ് കല്ലട ഹാജരാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് കാരണം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഹാജരാകില്ല എന്ന് പറയുന്നത്? മാത്രമല്ല, ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് എങ്ങനെ പുരോഗമിക്കുന്നു? സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ക്രമക്കേട് കണ്ടെത്തിയ ഓഫീസുകൾക്കും ബസ്സുകൾക്കും ഒക്കെ നേരെ അവർ പിഴ ചുമത്തിയിട്ടുണ്ട്. ഏതാണ്ട് 300-ലധികം ബസ്സുകളിലാണ് പിഴ കണ്ടെത്തിയത്. എറണാകുളത്ത് പരിശോധനയിൽ നടന്ന ഏതാണ്ട് 50ഓളം ബസ്സുകളാണ് പരിശോധന നടത്തിയിരുന്നതെങ്കിലും ഏതാണ്ട് ഇതിൽ പകുതിയിലധികം ബസ്സുകളിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെയും പിഴ ചുമത്തിയിട്ടുണ്ട്. നാളെയും ഈ പരിശോധന തുടരുമെന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതേസമയം കല്ലട ബസ് ഉടമയായ സുരേഷ് കല്ലടയോട് ഇന്ന് ACPക്ക് മുന്നിൽ, അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഇന്നലെ മരട് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹം ഹാജരായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇന്ന് ACPക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും അതുകൊണ്ട് ഇന്ന് തനിക്ക് ഹാജരാകാൻ കഴിയില്ല എന്നും സുരേഷ് കല്ലട അസിസ്റ്റന്റ് കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ആശുപത്രിയിൽ ചികിത്സയിലായതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ അസിസ്റ്റന്റ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കും ഇനി ഇദ്ദേഹത്തിന്റെ തുടർ നടപടികൾ ഏത് രീതിയിലേക്ക് പോകണമെന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക. ശരി വിനീത. കല്ലട ബസ്സിലുണ്ടായതിന് സമാനമായ രീതിയിൽ ജീവനക്കാരുടെ ക്രൂരമർദ്ദനമേറ്റിട്ടും നടപടിയുണ്ടായില്ലെന്ന അനുഭവ സാക്ഷ്യവുമായി കൊച്ചി സ്വദേശി മുൻ SP S ഗോപിനാഥനാണ് ഹിന്ദുസ്ഥാൻ ട്രാവൽസ് ബസ്സിൽ മകന് മർദ്ദനമേറ്റിട്ടും നീതി ലഭിച്ചില്ലെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. പല കേസുകളിലും പരാതിക്കാരെ തന്നെ പോലീസ് പ്രതിയാക്കിയിട്ടുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. സ്വന്തം മകനെ കൺമുന്നിൽ വെച്ചാണ് ബസ്സിലെ ജീവനക്കാർ തല്ലിച്ചതച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മകനെ പിതാവ് S ഗോപിനാഥൻ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അന്ന് മരട് പോലീസിൽ പരാതിയും നൽകി. 2014 സംഭവം. പക്ഷേ പിന്നീട് പരാതിക്കാരനായി പ്രതി. SP റാങ്കിൽ പോലീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥൻ്റേതാണ് ഈ അനുഭവ സാക്ഷ്യം. പോലീസിൻ്റെ സംരക്ഷണയോടുകൂടിയാണ്, പോലീസിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഇത്തരം ഹീനകൃത്യങ്ങൾ ഇപ്പോഴും ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. എന്നെപ്പോലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണക്കാരുടെ കാര്യം എന്തായിരിക്കും? ചെന്നൈയിൽ നിന്ന് ഹിന്ദുസ്ഥാൻ ട്രാവൽസിന്റെ ബസ്സിലാണ് ഗോപിനാഥന്റെ മകൻ എറണാകുളത്തേക്ക് വന്നത്. ബസ്സിലെ AC പ്രവർത്തിക്കാത്തതിനെ ചൊല്ലി ഇടയ്ക്ക് ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. ബസ് എറണാകുളത്തെത്തിയപ്പോൾ നടുറോഡിൽ വെച്ചായിരുന്നു മർദ്ദനം. അങ്ങനെ വൈറ്റിലോന്ന് ഇറങ്ങിയപ്പോൾ ഈ ക്ലീനറും ഇവനാണ്ട് മെസ്സേജ് കൊടുത്തു. അങ്ങനെ ഈ കുറേ ഗുണ്ടകളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി മോനെ തല്ലി. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ്, വൈറ്റിലെ അമ്പലത്തിൻ്റെ അവിടെ ഞാൻ വെയിറ്റ് ചെയ്യാണ്, കാറ് വിട്ടുകൊണ്ട്. ഈ വണ്ടി വന്ന കണ്ടുകൊണ്ട് ആൾ കൂടുന്നുണ്ട്. ഞാൻ ഓടി അങ്ങിയെന്നപ്പോഴത്തേക്ക് മോനിങ്ങനെ രക്തത്തിൽ കുളിച്ച് ഷർട്ട് മുഴുവൻ രക്തം ഒലിച്ച് നിൽക്കുകയായിരുന്നു. ഗോപിനാഥിന്റെ പരാതിയെ തുടർന്ന് കേസിൽ തുടരന്വേഷണം നടത്തി. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് ചില പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ യഥാർത്ഥ ഉത്തരവാദികൾക്കല്ല സസ്പെൻഷൻ ലഭിച്ചതെന്ന് ഗോപിനാഥൻ പറയുന്നു. പരാതിയുമായി അദ്ദേഹം ഇപ്പോഴും മുന്നോട്ടു പോവുകയാണ്. വൈകിയെങ്കിലും നീതി ലഭിക്കും എന്ന പ്രതീക്ഷയോടെ. ന്യൂസ് 18 കൊച്ചി. അന്തർ സംസ്ഥാന ബസ് സർവീസുകൾക്കെതിരെ വ്യാപകമായ പരാതികൾ ഉയരുന്നതിനിടെ ബസ്സുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയും വർദ്ധിക്കുന്നു. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയും പരിശോധനകൾ നടത്താതെയുമാണ് പല ബസ്സുകളും സർവീസ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ച് കല്ലടയുടെ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് യാത്രക്കാരിലും നാട്ടുകാരിലും പരിഭ്രാന്തി പരത്തി. കല്ലട ബസ്സിലെ ജീവനക്കാർക്കെതിരെ വ്യാപക പരാതികൾ ഉയരുന്നതിനിടെയാണ് ബസ്സുകളുടെ സുരക്ഷ സംബന്ധിച്ചും ആശങ്ക ഉയരുന്നത്. കല്ലട ട്രാവൽസിന്റെ ബംഗളൂരു ബസ് കഴിഞ്ഞ ദിവസം യാത്രക്കാരുമായി പോകുന്നതിനിടെ പെരുവഴിയിൽ കുടുങ്ങി. കാസർഗോഡ് മെൽപ്പറമ്പിന് സമീപം ചങ്ങിയക്കോടിലെത്തിയപ്പോഴാണ് ബസ്സിൽ നിന്ന് പുക ഉയരുകയായിരുന്നു. ബസ്സിന് അകത്തും പുക വ്യാപിച്ചതോടെ പരിഭ്രാന്തരായ യാത്രക്കാർ ഇറങ്ങിയോടി. ഈസ്റ്റർ നാട്ടിലേക്ക് പുറപ്പെട്ട യാത്രക്കാർക്കാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. ബസ്സുകൾ യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ ഇത്തരം സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നാണ് യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്.
കേരള തമിഴ്നാട് തീരങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ച ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്ന് മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, ശംഖുമുഖം, വലിയതുറ ഭാഗങ്ങളിൽ ഇന്നലെയുണ്ടായ വേലിയേറ്റത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. റവന്യൂ മന്ത്രി വലിയതുറ തീരത്ത് സന്ദർശനം നടത്തി. കടലാക്രമണം രൂക്ഷമായി വരികയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും കുറച്ചുകൂടി ശക്തിപ്പെടുമെന്ന രീതിയിലുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തരമായി അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും എല്ലാം അറിയിക്കാനുള്ള സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മുൻകരുതലുകൾ സ്വീകരിച്ചെന്ന് ജില്ലാ ഭരണകൂടവും അറിയിച്ചു. കടൽക്ഷോഭം പ്രതീക്ഷിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ ചുഴലിക്കാറ്റിൻ്റെ വാർണിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം അലേർട്ടാണ്. എന്തായാലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വീടുകളിൽ നിന്നുള്ള കുടുംബങ്ങളെല്ലാം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ക്യാമ്പ് പ്രവർത്തനമാണ്. എവിടെയെങ്കിലും അടിയന്തരമായിട്ട് മാറ്റി പാർപ്പിക്കേണ്ട ആവശ്യം വന്നാൽ അവരവർ തന്നെ പുറത്തു വന്ന് ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾ വീട്ടിലേക്കോ പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിവരങ്ങളുമായി VS അനു ചേരുകയാണ്. അനു, നിലവിലെ സാഹചര്യം എന്താണ്? തീരദേശത്തുള്ളവർ എത്രത്തോളം ജാഗ്രത പുലർത്തണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണം കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്? അമീന, തീർച്ചയായും വരും ദിവസങ്ങളിൽ കനത്ത ജാഗ്രത തന്നെ തുടരണം എന്ന ഒരു നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. അല്പം മുമ്പ് വലിയതുറ ഭാഗത്തെത്തിയ മന്ത്രി ഇ ചന്ദ്രശേഖരനും കളക്ടർ കെ വാസുകിയും ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അതായത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തീരങ്ങളിലേക്ക് കനത്ത കടൽക്ഷോഭം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവർ നൽകുന്നത്. ബംഗാൾ ഉൾക്കടലിൻ്റെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭൂമധ്യരേഖ പ്രദേശത്തും രൂപപ്പെടുന്ന ന്യൂനമർദ്ദം വലിയ ഒരു തീവ്രമർദ്ദമായി രൂപപ്പെടാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇതോടുകൂടി തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ ചുഴലിക്കാറ്റുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ഈ ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായാണ് തെക്കൻ തീര പ്രദേശങ്ങളിലേക്ക് ശക്തമായ മഴയും കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുള്ളത്. മാത്രമല്ല ഇന്നലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ശക്തമായ ഇടിമിന്നലിനുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിരുന്നു. ഇത്തരത്തിൽ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ വലിയ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വലിയ ഒരു ആശങ്കയിലാണ് തീരദേശവാസികൾ ഉള്ളത്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ ഇടപെടൽ തന്നെ ഉണ്ടാകുന്നു എങ്കിലും ഇക്കാര്യത്തിൽ ആദ്യം ഒരു വേലിയേറ്റം ഉണ്ടാകുന്ന മുന്നറിയിപ്പ് നൽകുന്നതിൽ സർക്കാർ കേന്ദ്രങ്ങൾ പരാജയപ്പെട്ടു എന്ന ഒരു പരാതി തീരദേശത്തുള്ളവർ നൽകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ സർക്കാർ കേന്ദ്ര വൃത്തങ്ങൾ വളരെ കൃത്യമായി ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ പലയിടങ്ങളിലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ക്യാമ്പുകൾ തുടങ്ങും എന്ന അറിയിപ്പും കെ വാസുകി നൽകിയിട്ടുണ്ട്. ഏതായിരുന്നാലും തീരദേശവാസികൾ വളരെ ആശങ്കയിലാണ്. കനത്ത ജാഗ്രത നിർദ്ദേശം തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെയുള്ള ഏജൻസികൾ നൽകിയിട്ടുള്ളത്. അമിന, ശരിയാണ്. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗിക ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദത്തിൽ സുപ്രീം കോടതി ഉച്ചയ്ക്ക് 2 മണിക്ക് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. രാജ്യത്തെ പണക്കാർക്ക് കോടതിയെ നിയന്ത്രിക്കാനാകില്ലെന്നും അവർ കളിക്കുന്നത് തീക്കളിയാണെന്നും കോടതിയുടെ മുന്നറിയിപ്പ്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണം ചീഫ് ജസ്റ്റിസിനെതിരായ പരാതിയിലെ നടപടികളെ സ്വാധീനിക്കില്ലെന്ന് കോടതി ആവർത്തിച്ചു. ചീഫ് ജസ്റ്റിസിനെ ലൈംഗിക ആരോപണത്തിൽ കൊടുക്കാൻ ഗൂഢാലോചനയുണ്ടെന്ന അഭിഭാഷകൻ ഉത്സവ് ബെയിൻസിന്റെ ആരോപണത്തിലാണ് സുപ്രീം കോടതി അന്വേഷണം പ്രഖ്യാപിക്കുക. CBI, IB, ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇന്നലെ ചർച്ച നടത്തിയ ജഡ്ജിമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുമെന്നാണ് ഇന്നും നൽകിയ സൂചന. പ്രമുഖ കോർപ്പറേറ്റ് സ്ഥാപനത്തിനു വേണ്ടി വിധി തിരുത്തിയ 2 മുൻ സുപ്രീം കോടതി ഉദ്യോഗസ്ഥരും ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് കാട്ടി ബെയിൻസ് നൽകിയ അധിക സത്യവാങ്മൂലം പരിഗണിച്ച കോടതി ആരോപണങ്ങളിൽ ആശങ്കയറിയിച്ചു. റിമോട്ട് കൺട്രോളിലൂടെ കോടതിയെ നിയന്ത്രിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഓരോ ദിവസവും പുറത്തുവരികയാണ്. ജഡ്ജിമാരെ സ്വാധീനിക്കാൻ വഴിവിട്ട ശ്രമം നടക്കുന്നുവെന്നും പറയുന്നു. ഇതിലെ സത്യം എന്തെന്നറിയാൻ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പണക്കാർക്ക് കോടതിയെ നിയന്ത്രിക്കാനാകില്ല. അവർ തീക്കളിയാണ് കളിക്കുന്നതെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗിക ആരോപണത്തിൽ സുപ്രീം കോടതി നടത്തുന്ന ആഭ്യന്തര അന്വേഷണത്തെ ഈ കേസിലെ നടപടികൾ സ്വാധീനിക്കില്ലെന്നാണ് കോടതിയുടെ ഉറപ്പ്. ഗൂഢാലോചന ആരോപണം ഉന്നയിച്ച ഉത്സവ് ബെയിൻസിന്റെ താൽപര്യവും ഇതോടൊപ്പം അന്വേഷിക്കണമെന്ന മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗിന്റെ ആവശ്യത്തിന് കോടതി പ്രത്യേക ഉറപ്പൊന്നും നൽകിയില്ല. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. തെലങ്കാനയിൽ ഇന്റർമീഡിയറ്റ് പരീക്ഷയിൽ കൂട്ടത്തോൽവി. മനം നൊന്ത് 20ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. കുട്ടികളുടെ കൂട്ടാത്മഹത്യയെ തുടർന്ന് പരാജയപ്പെട്ട എല്ലാ കുട്ടികളുടെയും പരീക്ഷാ പേപ്പറുകൾ പുനർമൂല്യനിർണ്ണയം നടത്താൻ സർക്കാർ ഉത്തരവിട്ടു. 9.74 ലക്ഷം പേർ പരീക്ഷ എഴുതിയതിൽ 3.28 ലക്ഷം പേർ തോറ്റിരുന്നു. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നടന്ന 1-2 വർഷങ്ങളിലെ ഇന്റർമീഡിയറ്റ് പരീക്ഷയിലാണ്
കൂട്ടത്തോൽവി സംഭവിച്ചത്. 9.74 ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ ഇതിൽ 3.28 ലക്ഷം കുട്ടികൾ തോൽക്കുകയായിരുന്നു. സ്കൂൾ തല പരീക്ഷയിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ കുട്ടികളും തോറ്റവരുടെ പട്ടികയിലുണ്ടെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. ഇന്റർമീഡിയറ്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ച അല്പസമയത്തിനകം തന്നെ కుట్టిగలుడే ఆత్మహత్యా వార్తയും పుറത്തുవന്നു. 306 కింద రిజిస్టర్ చేయాలి. ఇది కంపల్షన్ అబెట్మెంట్ టు కమిట్ సూసైడ్. ఇది ప్రేరేపించబడ్డ హత్యలు. ఇవి ఈ విద్యార్థుల హత్యలు ఏవైతే ఉన్నాయో వాళ్ళను చావడానికి ఆత్మహత్య చేసుకోవడానికి వాళ్ళ ఫలితాలు పురిగొల్పబడ్డాయి. കുട്ടികളുടെ കൂട്ട ആത്മഹത്യയെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി NGO സംഘടനകളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് തെലങ്കാന ഹൈക്കോടതിയും സംസ്ഥാന സർക്കാരും തോറ്റ കുട്ടികളുടെ പരീക്ഷാ പേപ്പറുകൾ പുനർമൂല്യനിർണ്ണയം നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. സൗജന്യമായി റീവാലുവേഷൻ നടത്താനാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായുള്ള റോഡ് ഷോകൾക്ക് ഇന്ന് തുടക്കമാകും. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, നാളെ മോദി വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഈ ദിവസത്തെ അദ്ദേഹത്തിന്റെ കാര്യപരിപാടികൾ അതെങ്ങനെയാണ്? അമീന, വൈകിട്ട് 3 മണിക്ക് ആരംഭിക്കുന്ന റോഡ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപകൻ മദൻ മോഹൻ മാളവിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും റോഡ് ഷോ ആരംഭിക്കുക. 7 കിലോമീറ്റർ നീളുന്ന റോഡ് ഷോയിൽ 150 കേന്ദ്രങ്ങളിലാണ് പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ മദൻപുര, സോനാർപുര എന്നിവിടങ്ങളിലും സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 7 മണിക്ക് ദശാശ്വമേധ് ഘട്ടിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ഗംഗ ആരതിയും നടത്തുന്നുണ്ട്. ഈ നിലയിലാണ് ഇന്നത്തെ പരിപാടി. നാളെ രാവിലെ 9 മണിക്ക് ബൂത്ത് തല പ്രവർത്തകരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും. പത്രികാ സമർപ്പണത്തിന് പുറപ്പെടും മുമ്പ് തന്നെ കാലഭൈരവ ക്ഷേത്രത്തിൽ രാവിലെ 10 മണിക്ക് പ്രാർത്ഥന നടത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജ്, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, JP നദ്ദ തുടങ്ങിയവരും പത്രികാ സമർപ്പണത്തിന് പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ടാകും. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, രാംവിലാസ് പാസ്വാൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും വാരാണസിയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചിരുന്നുവെങ്കിലും വാരാണസി മണ്ഡലമാണ് നിലനിർത്തിയത്. ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെയായിരുന്നു 3 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് അന്ന് പരാജയപ്പെടുത്തിയത്. ഇനി ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി എതിരാളിയായി വാരാണസിയിൽ പ്രധാനമന്ത്രിക്ക് വെല്ലുവിളി ഉയർത്തുവാൻ സാധ്യതയുണ്ടോ എന്നതാണ് തെരഞ്ഞെടുപ്പിന്റെ സസ്പെൻസ്. എന്തായാലും ഈ മാസം അടുത്ത മാസം 19-നാണ് വാരാണസിയിൽ തെരഞ്ഞെടുപ്പ്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി RSS വിളിച്ചു ചേർത്ത യോഗം കൊച്ചിയിൽ ആരംഭിച്ചു. BJP നേതാക്കളായ കുമ്മനം രാജശേഖരൻ, O രാജഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് വിജയം ഉറപ്പെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. വിശ്വാസികൾ അത്യാവേശത്തോടെ വോട്ട് ചെയ്തതാണ് പത്തനംതിട്ടയിൽ പോളിംഗ് ശതമാനം ഉയരാൻ കാരണമെന്ന് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞെന്നും K സുരേന്ദ്രൻ കൊച്ചിയിൽ പ്രതികരിച്ചു. പിന്നെ 100% വിജയപ്രതീക്ഷ. വോട്ടിംഗ് ശതമാനം 9%-ലധികം ഉയർന്നല്ലോ. ഒരു മണ്ഡലത്തിലും അങ്ങനെ ഉയർന്നിട്ടില്ലല്ലോ. വിശ്വാസികൾ അത്യാവേശത്തോടുകൂടി വന്ന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും വലിയ വോട്ടിംഗ് ശതമാനം ഉയർന്നത്. മികച്ച ഭൂരിപക്ഷം നേടും. കണക്കുകളെല്ലാം തെറ്റും. ന്യൂനപക്ഷങ്ങൾ മാത്രമാണെന്ന് എങ്ങനെ പറയുന്നത്? വോട്ടർമാരെല്ലാം ശക്തമായിട്ട് വോട്ട് ചെയ്തു. ന്യൂനപക്ഷ ഭൂരിപക്ഷമൊന്നുമില്ല. പിന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഞങ്ങൾ കിട്ടില്ലെന്ന് നിങ്ങളെങ്ങനെ പറയുന്നു? ന്യൂനപക്ഷങ്ങളുടെ വോട്ടും ഇത്തവണ ഞങ്ങൾക്ക് കിട്ടും. വിവരങ്ങളുമായി ശ്രീനാഥ് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ശ്രീനാഥ്, തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണോ BJP? RSS BJP യോഗത്തിന്റെ വിശദാംശങ്ങൾ, വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ആമിന, അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും വിജയപ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് BJP RSS നേതൃയോഗത്തിൻ്റെ വിലയിരുത്തൽ. ഇവർ ഇന്ന് യോഗം ചേർന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വോട്ടുകളുടെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിൽ എത്രമാത്രം വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത്. അവരുടെ ഒരു വിലയിരുത്തൽ, ഇവരുടെ പ്രധാനപ്പെട്ട A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് ഇവർ തന്നെ വിലയിരുത്തുന്ന പത്തനംതിട്ട, തൃശ്ശൂർ, തിരുവനന്തപുരം,
തിരുവനന്തപുരം അതേപോലെ പാലക്കാട് എന്നിവിടങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ യോഗത്തിൻ്റെ വിലയിരുത്തൽ. അതേപോലെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും വിജയസാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് കുറഞ്ഞ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് ചില മണ്ഡലങ്ങളിൽ ചില ബൂത്തുകളിൽ ന്യൂനപക്ഷ വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം വഴി അതിനെ മറികടക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ യോഗത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള പങ്കെടുക്കുന്നില്ല. അദ്ദേഹം കണ്ണൂരിൽ നേരത്തെ നിശ്ചയിച്ച ഒരു യോഗവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് അദ്ദേഹം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ശരി ശ്രീനാഥ്. വടകരയിലും കോഴിക്കോടും BJP വോട്ടുകൾ കോൺഗ്രസിന് മറിച്ചു നൽകിയെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ. പല ബൂത്തുകളിലും കോൺഗ്രസും BJPയും ഒന്നിച്ചാണ് പ്രവർത്തിച്ചത്. ഈ നീക്കം CPM നേരത്തെ തിരിച്ചറിഞ്ഞ് മറികടക്കുവാനുള്ള ശ്രമം നടത്തി. 2 മണ്ഡലങ്ങളിലും CPM മികച്ച വിജയം നേടുമെന്നും P മോഹനൻ പറഞ്ഞു. പലയിടത്തും കാണാൻ കഴിഞ്ഞത് കോൺഗ്രസിനും BJPക്കും കൂടി ഒറ്റ ബൂത്തായിരുന്നു ഈ സ്ലിപ്പൊക്കെ കൊടുക്കാനുള്ള. പുറത്ത് തെരഞ്ഞെടുപ്പ് ദിവസം ചിലയിടത്ത് BJPക്ക് എവിടെയും പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഉള്ളത് തന്നെ മറ്റൊരുമായി ചേർന്നിട്ടാണ് പലയിടത്തും നടത്തിയത്. കാരണം അവർക്ക് വേറെ വേണ്ട, ഇത് 2 കൂട്ടർ ഒരേ ലക്ഷ്യമായതുകൊണ്ട് വേണ്ട. പക്ഷെ എന്നാലും കുറച്ച് BJPക്കാരൊക്കെ അവരുടെ ഒരു രാഷ്ട്രീയം മനസ്സിൽ സൂക്ഷിക്കുന്നവർ എല്ലാവരും ഇങ്ങനെ ആയിരിക്കില്ല. അവർ കുറേ BJPക്ക് ചെയ്തിട്ടുണ്ടാകും, കുറേ ഈ കച്ചവടത്തിൽ ഈ ധാരണയിൽ അപ്പുറം ചെയ്തിട്ടുണ്ടാകും. അപ്പുറം ചെയ്തതിനൊക്കെ അതിജീവിക്കത്തക്ക വിധത്തിൽ അതിജീവിക്കണം എന്നുള്ള വാശിയോടെ ആ അപകട സാധ്യതയെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ വോട്ടർമാർക്കിടയിൽ എത്തിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ പൊതുസമൂഹത്തിൽ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ശ്രീലങ്കയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ അല്പസമയത്തിനകം സർവകക്ഷി യോഗം ചേരും. വൈകിട്ട് സർവ്വമത സമ്മേളനവും ചേരുന്നുണ്ട്. ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതിൽ പരാജയപ്പെട്ട പ്രതിരോധ സെക്രട്ടറിയോടും പോലീസ് മേധാവിയോടും രാജിവെക്കാൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ആവശ്യപ്പെട്ടു. അതിനിടയിൽ ശ്രീലങ്കയിലെ പുഗോഡയിൽ ഇന്ന് ചെറു സ്ഫോടനമുണ്ടായി. കൊളംബോയിൽ നിന്ന് പൊളിറ്റിക്കൽ എഡിറ്റർ പ്രദീപ് പിള്ള ചേരുകയാണ്. പ്രദീപ്, ഇന്ന് വീണ്ടും സ്ഫോടനമുണ്ടായതായുള്ള റിപ്പോർട്ടുകളുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള അപകടം ഇതിൽ സംഭവിച്ചിട്ടുണ്ടോ? മറ്റൊരു കാര്യം, ഇന്ന് സർവകക്ഷി യോഗം നടക്കാനിരിക്കുകയാണ്. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി. ഇന്ന് രേണുക പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് 40 കിലോമീറ്റർ അകലെയാണ് പിടകു എന്ന് പറയുന്ന ഈ കൊച്ചു പട്ടണം. അവിടെ മജിസ്ട്രേറ്റ് കോടതിയുടെ പിന്നിലെ ചവറുകുണയിലാണ് ഒരു കൊച്ചു പൊട്ടിത്തെറി ഉണ്ടായത്. അത് സ്ഫോടക വസ്തുവാണോ വിനാശകരമായ സംഗതിയാണോ എന്നുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഇവിടെ നിലവിലുള്ള സാഹചര്യം പരിഗണിച്ച് കാര്യമായ വിശദമായ അന്വേഷണം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം മൊത്തത്തിൽ ഒരു പരിഭ്രാന്തി പരന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ രാജ്യത്തെ നടുക്കിയ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം വളരെ സാവധാനത്തിൽ സാധാരണ നിലയിലേക്ക് മടങ്ങി വരികയായിരുന്നു രാജീവും കൊളംബോയും. പക്ഷെ അതിനിടയിലാണ് ഇന്ന് കാര്യമായ ഒരു പരിഭ്രാന്തി പരന്നത്. നേരത്തെ പറഞ്ഞ സർവകക്ഷി സമ്മേളനത്തിന് പുറമെ ഇന്ന് ധനമന്ത്രി മംഗള സമരവീരയുടെ ഒരു പ്രത്യേക പത്രസമ്മേളനം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് ഞങ്ങളൊക്കെ അവിടെ ചെല്ലുകയും ചെയ്തു. പക്ഷെ 11 മണിയോട് അടുപ്പിച്ച് പറഞ്ഞ് അല്പം താമസിക്കും എന്ന് പറഞ്ഞു. 12 മണിക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞ് അത് മാറ്റിവെച്ചു. 12 മണിയോട് അടുത്തപ്പോൾ റദ്ദാക്കി എന്ന് പറഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ധനമന്ത്രാലയത്തിലെ വൃത്തങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ സുരക്ഷാ മുന്നറിയിപ്പുണ്ട്, സുരക്ഷാ ഭീഷണി പരിഗണിച്ചാണ് ഇത് എന്ന് പറഞ്ഞു. പിന്നെ നാം കാണുന്ന കാഴ്ച, ഈ പാർലമെന്റ് മന്ദിരത്തിലാണ് ധനമന്ത്രാലയം ഇരിക്കുന്നത്. പാർലമെന്റ് മന്ദിരം, അതിന് ചുറ്റും ഉള്ള പ്രദേശങ്ങൾ, ഈ തുറമുഖം, കൊളംബോ, നേരത്തെ സ്ഫോടനം നടന്ന കിങ്സ്ബറി ഹോട്ടൽ, ബാംഗ്ലൂർ ഹോട്ടൽ, ഹിൽട്ടൺ, ഇവിടുന്ന് ഒരല്പം മാറിയാൽ ബാങ്ക് സ്ട്രീറ്റും പിന്നെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്കുള്ള റോഡും ഒക്കെയാണ്. ഈ അതീവ ജാഗ്രത മേഖല, ഈ ഹൈ സെക്യൂരിറ്റി ഏരിയയുടെ മൊത്തം നിയന്ത്രണം സൈന്യം ഏറ്റെടുത്ത കാഴ്ചയാണ്. റോഡിലടക്കം ഓരോ വാഹനവും, ഇരുചക്ര വാഹനങ്ങളടക്കം തടഞ്ഞു നിർത്തുന്നു. ബാഗുകളുണ്ടെങ്കിൽ അത് തുറന്ന് പരിശോധിക്കുന്നു, ഐഡന്റിറ്റി പരിശോധന നടത്തുന്നു. ഏതായാലും പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ മൊത്തത്തിൽ ഒരു അതീവ ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകിച്ച് ഈ ഉന്നത സുരക്ഷാ മേഖലയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിന് പുറമെയാണ് ഈ നഗരത്തിനടുത്ത് ഒരു വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടു എന്ന വാർത്ത വന്നത്. പക്ഷെ അതിൽ കാര്യമില്ല എന്ന് പിന്നീട് അറിഞ്ഞു. അതേസമയം വിമാനത്താവളത്തിന് സമീപം ഒരു വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട് ആ ഭാഗം അടച്ചിടുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഒരല്പം പരിഭ്രാന്തിയിൽ തന്നെയാണ് കൊളംബോ. ശരി, കൊളംബോയിൽ നിന്നും പൊളിറ്റിക്കൽ എഡിറ്റർ പ്രദീപ് പിള്ള. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.